തെക്കൻ കേരളത്തിന് മുകളിലായി ചക്രവാത ചുഴി. അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമെന്നും അറിയിച്ചു. പാലക്കാട് കൊല്ലങ്കോട് കൂട്ടിലാക്കിയ പുലി ചത്തു. കമ്പി വലയിൽ കുടുങ്ങി പരിക്കേറ്റതും ആന്തരികാവയവങ്ങൾക്ക് ക്ഷതമേറ്റതുമാണ് ചാവാൻ കാരണമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. ഒരു പഞ്ചായത്തിലെ 7 പേർ വൃക്കയും കരളും വിറ്റു. 10 മുതൽ 12 ലക്ഷം വരെയാണ് ഇതിന് പ്രതിഫലം ലഭിച്ചതെന്ന് ഇവരുടെ സാമ്പത്തിക പരാധീനതയിൽ മാഫിയകൾ മുതലെടുത്താണ് അവയവങ്ങൾ വിൽപ്പന നടത്തിയതെന്ന് അറിയുന്നു. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ വൻ പ്രതിഷേധം. ചത്ത മീനുകൾ ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞു. വ്യവസായശാലകൾക്കെതിരെ വൻ ആരോപണം ഉയരുന്നു. കർശന നടപടി വേണമെന്നും നാട്ടുകാർ അടിയന്തര ധനസഹായം വേണമെന്നും ആവശ്യം ഉയരുന്നു. ശാന്തകുമാരി വധക്കേസ് വിധി. അമ്മയ്ക്കും മകനും വധ ശിക്ഷ ലഭിക്കുന്നത് ആദ്യം. ഒരു സ്ത്രീക്ക് തൂക്കുകയർ ലഭിക്കുന്നതും അത്യപൂർവമായതാണെന്ന് ശാന്തകുമാരി വധക്കേസ് വിധിയിൽ പറയുന്നു. BJPയിലേക്ക് പോകുമെന്ന പ്രചാരണം. EP ജയരാജന്റെ പരാതിയിൽ കേസെടുക്കാനാവില്ലെന്ന് പോലീസ്. ഗൂഢാലോചന അന്വേഷിക്കാൻ സാഹചര്യമില്ലെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. സ്കൂൾ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് പെൺവാണിഭം നടത്തിയ 7 പേർ അറസ്റ്റിൽ. സെക്സ് റാക്കറ്റ് നടത്തിപ്പുകാരിയായ സ്ത്രീയെയും കൂട്ടാളികളായ 6 പേരെയുമാണ് ചെന്നൈ പോലീസ് പിടികൂടിയത്. പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചു. നോർവേ, സ്പെയിൻ, അയർലൻഡ് രാജ്യങ്ങളിലെ അംബാസഡർമാരെ തിരിച്ചു വിളിച്ചു. ഇസ്രയേൽ തീവ്രവാദത്തെ അംഗീകരിക്കുമെന്നാണ് രാജ്യങ്ങൾ ലോകത്തിന് നൽകിയ സംഭാവനയെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ അൽസ് പ്രതികരിച്ചു. വൈസ് ചാൻസലർമാരുടെ നിയമനം ഗവർണർ ഹൈക്കോടതിയിലേക്ക്. സംസ്ഥാനത്തെ ഭൂരിഭാഗം സർവകലാശാലകളിലും സ്ഥിരം വൈസ് ചാൻസലർമാർ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവരെ നിയമിക്കുന്നതിനായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഗവർണറുടെ തീരുമാനം. കോവിഡ് ചികിത്സയ്ക്ക് ഇൻഷുറൻസ് തുക അനുവദിച്ചില്ല. ക്യാഷ്ലെസ് ചികിത്സയ്ക്ക് അവകാശം ഉണ്ടായിട്ടും ഡ്രൈവർക്ക് ചികിത്സാ ചെലവ് നിഷേധിച്ചു. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി 76,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ കോടതി.